ഇന്ന് രാവിലെ തന്നെ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. ഉപ്പുമാവിൻ്റെ കൂടെ കൂട്ടാൻ മുട്ട ചിക്കി എടുത്തതാണ്. ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ്. TV ഇട്ട് അതങ്ങ് തന്നെ കഴിച്ചു കേട്ടോ രാവിലെ തന്നെ. പിന്നെ വേഗം ചോറിന് വെള്ളം വെക്കാൻ അടുപ്പ് കത്തിക്കാൻ പോയി. ഗ്യാസിന് ക്ഷാമമുള്ളതുകൊണ്ടൊന്നുമല്ല, അല്ലെങ്കിൽ ഞങ്ങളിവിടെ അടുപ്പത്ത് ഉണ്ടാക്കാറുണ്ട്. ഇപ്പം ഞാനും ചേച്ചിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അടുപ്പ് അങ്ങനെ കത്തിക്കാറില്ല. അപ്പോൾ കത്തി പിടിക്കുമോയെന്ന് കുറച്ച് പേടിയുണ്ടായിരുന്നു, പുകയോ അങ്ങനെ പുക പുറത്തേക്ക് വരുമോയെന്നൊക്കെ. പക്ഷെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ കത്തി കിട്ടി കേട്ടോ. കുറച്ച് ഓലക്കണ്ണിയും പേപ്പറും വെച്ചപ്പം തന്നെ വേഗം കത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. നന്നായി കത്തി പിടിച്ചപ്പോൾ പിന്നെ ഞാൻ കുറച്ച് വിറകും ചകിരിയൊക്കെ അതിലേക്ക് വെച്ച് കൊടുത്തു. പിന്നെയാണെങ്കിൽ ഇന്ന് അച്ഛൻ ഈ കുഞ്ഞു ചെമ്മീനായിരുന്നു കൊണ്ടുവന്നത്. 1-2 മണിക്കൂറത്തെ പ്രയത്നം കൊണ്ട് ഞാനത് നിന്നും ഇരുന്നൊക്കെ എങ്ങനെയൊക്കെയോ നന്നാക്കി എടുക്കുന്നുണ്ട്. തലയും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അത്ര നല്ലതായിരുന്നില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാണുമ്പോൾ കുറച്ച് പഴകിയ പോലെ ഉണ്ടായിരുന്നു, പക്ഷെ നല്ലതായിരുന്നേ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേഗം അത് നന്നാക്കുന്നുണ്ട്. അത് നന്നാക്കി കഴിയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് കൂർക്കലെടുത്തിട്ട് നന്നാക്കുന്നുണ്ടായിരുന്നേ. വലിയ കൂർക്കലായിരുന്നു, അതുകൊണ്ട് നന്നാക്കാൻ ഒരു പാടും ഉണ്ടായിരുന്നില്ലേ. അടുപ്പത്ത് വെള്ളം വെച്ചത് തിളച്ചപ്പോൾ അതിൽ കുടിക്കാനുള്ളത് മാറ്റി വെച്ചു. പിന്നെ ചോറിന് അരി അങ്ങോട്ടിട്ടേ. പിന്നെ കൂർക്കൽ നന്നാക്കി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ഒഴിച്ചിട്ട് അങ്ങോട്ട് വേവിക്കാൻ വെച്ചു. ഈ കൂർക്കൽ കുക്കറിലൊരു വിസിലടിച്ചുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുകയും, ഞാൻ അടുപ്പ് കത്തുന്നതുകൊണ്ട് അടുപ്പത്തങ്ങ് വേവിക്കാമെന്ന് വിചാരിച്ചു. കൂർക്കൽ നന്നാക്കുമ്പോൾ കയ്യിലൊക്കെ ഇങ്ങനെ കറ പിടിക്കുകയെ. അപ്പോൾ എനിക്ക് ലീവായതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ മൈൻഡ് ചെയ്തില്ല, എന്തേലും ആവട്ടെ വിചാരിച്ചു. അങ്ങനെ കുറേ നേരം കൊണ്ട് ഞാൻ ആ ചെമ്മീൻ അങ്ങോട്ട് നന്നാക്കി എടുത്തു. ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നന്നാക്കി കഴിഞ്ഞപ്പോഴേക്ക് കുറച്ച് കറി വെക്കാനും ബാക്കി പൊരിക്കാനും എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. ചോറ് ഞാൻ വേഗം കൊട്ടക്കൈയിലോണ്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ കറി വെക്കാൻ തേങ്ങ ചിരകാനുണ്ടായിരുന്നു. കറി ഞാൻ വേഗം തന്നെ കലക്കി അടുപ്പത്തേക്ക് വെച്ചു. വേഗം തേങ്ങയും കൂടി ചിരകി അരച്ചൊഴിച്ചാൽ മതിയല്ലോ, പെട്ടെന്ന് അങ്ങോട്ടായി കിട്ടും. അങ്ങനെ വേഗം സ്പീഡിൽ അങ്ങോട്ട് ചിരകുന്നുണ്ട്. കറി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വേഗം ആ അടുപ്പത്തേക്ക് കൂർക്കലും കൊണ്ടുപോയി വെച്ചേ. എന്നാൽ പിന്നെ അതും പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കിട്ടുമല്ലോ. അപ്പം തന്നെ ഞാൻ ഗ്യാസിൽ എന്തായിരുന്നത് ചെമ്മീൻ പൊരിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് ചെമ്മീൻ പൊരിച്ച ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അപ്രതീക്ഷിതമായ കുറച്ച് ചെമ്മീൻ ചോറ് ഉണ്ടാക്കി. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ചോറും കറിയൊന്നും കഴിച്ചില്ല. ഈ ചെമ്മീൻ ചോറാണ് കഴിച്ചത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. റെസിപ്പി ആണെങ്കിൽ എടുക്കാനും പറ്റിയില്ല. ഇനി ഉണ്ടാക്കുമ്പോൾ വീഡിയോ ഇടാം കേട്ടോ.